ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാധ്യാനം 26-ാം ദിവസം. മരിയൻ പ്രതിഷ്ഠയ്ക്കൊരുക്കമായി ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്തീയ പരിപൂർണതയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സമ്പൂർണമായ മാനസാന്തരം. സമ്പൂർണ്ണ മാനസാന്തരം അഥവാ ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കൽ നിത്യജീവൻ അവകാശമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പരമാന്ത്യം പ്രാപിക്കാൻ അനിവാര്യമാണ്. സമ്പൂർണ്ണ മാനസാന്തരം യാഥാർത്ഥ്യമാകുന്ന എപ്പോഴാണ്? പാപം ഉപേക്ഷിക്കണം, പുണ്യം ചെയ്യണം. പാപരഹിതമായ ജീവിതം മാനസാന്തരത്തിൻ്റെ ഒരു വശം മാത്രമാണ്. അതിനെല്ലാം പരിഹാരമാകുന്നിടത്തോളം പുണ്യപ്രവൃത്തികൾ, സൽകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാനസാന്തരം യഥാർത്ഥത്തിൽ പൂർത്തിയാവുകയുള്ളൂ. പാപത്തെ പോലും നിർവചിക്കുന്നത് തിന്മ ചെയ്യരുതെന്നും നന്മ ചെയ്യണമെന്നുമാണ്. യാക്കോബിൻ്റെ ലേഖനം 4:17 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. സ്നാപക യോഹന്നാൻ്റെ പ്രഘോഷണത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നായിരുന്നു. മലയിലെ പ്രസംഗത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, മത്തായി 7:19, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. പുണ്യങ്ങൾ, സൽകൃത്യങ്ങൾ, സൽപ്രവൃത്തികൾ എന്നതാണ് നല്ല ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 15:1-2 വരെ വാക്യത്തിൽ ഈശോ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ പിതാവ് നീക്കം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 6-9 വരെ വാക്യത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തെപ്പറ്റി ഈശോ സംസാരിക്കുന്നുണ്ട്. അത് ഈശോ പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ഉപമയാണ്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞു കൊള്ളുക. ക്രൈസ്തവ ജീവിതം പുണ്യപ്രവർത്തികളാൽ, സുഹൃതങ്ങളാൽ എത്രമാത്രം സമ്പന്നമാകണം എന്ന് ഈ ഉപമയിലൂടെ ഈശോ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ സുഹൃതങ്ങളും പുണ്യപ്രവർത്തികളും ആകുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുത്തുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ധനവാൻ നരകാഗ്നിയിൽ പതിച്ചു എന്നാണ് പറയുന്നത്. അതിന് കാരണമായി ധനവാൻ ചെയ്ത ഏതെങ്കിലും തിന്മകളെപ്പറ്റിയോ പാപപ്രവർത്തികളെപ്പറ്റിയോ യാതൊരു സൂചനയും ആ ഉപമയിൽ ഈശോ തരുന്നില്ല. ധനവാൻ ചെയ്യാമായിരുന്ന നന്മ ചെയ്തില്ല എന്നതാണ് അവൻ്റെ കുറ്റം. നന്മ ചെയ്യാൻ അവൻ്റെ തൊട്ട് കൺമുമ്പിൽ നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ദൈവം അവന് ഒരുക്കി കൊടുത്ത ഒരവസരം തന്നെയായിരുന്നു നന്മ ചെയ്യാൻ. അവൻ്റെ സമ്പത്തും ധനവും സൗകര്യങ്ങളും ദരിദ്രനായ ആ വ്യക്തിക്ക് കൊടുത്ത് നന്മ ചെയ്യാനുള്ളൊരവസരം എന്നും എല്ലായ്പ്പോഴും ദൈവം ധനവാൻ നൽകിയെങ്കിലും അവനത് ഉപയോഗിച്ചില്ല.
അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ച് നന്മ ചെയ്തില്ല, പുണ്യം ചെയ്തില്ല. ആ ഒറ്റ കാരണത്താലാണ് അവൻ നിത്യസൗഭാഗ്യം നഷ്ടപ്പെട്ടത്. അവസാന വിധിയെപ്പറ്റി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ ഉള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അന്ത്യവിധിയാളനായ ക്രിസ്തുവിൻ്റെ വലത് ഭാഗത്തേക്ക് പ്രവേശനം കിട്ടിയ നീതിമാന്മാർ എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനം ലഭിച്ചത്? ഈശോ പറയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നൻ അഥവാ വസ്ത്രമില്ലാത്തവൻ ആയിരുന്നു, എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിനകത്തായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. നീതിമാന്മാർ അന്തം വിട്ടുപോയി. അവർ ചോദിക്കുകയാണ്, എപ്പോഴാണ് ഞങ്ങൾ അങ്ങേക്കിതെല്ലാം തന്നത്? ഈശോ കൊടുത്ത മറുപടി, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മറുവശത്ത് കർത്താവിൻ്റെ ഇടതുഭാഗത്തേക്ക് നീക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടവർ എന്തെങ്കിലും പ്രത്യേക തിന്മകൾ ചെയ്തതുകൊണ്ടല്ല അവർക്ക് ആ നിർഭാഗ്യാവസ്ഥ വന്നത്. മറിച്ച് അവർക്കും ഇതുപോലെ നന്മ ചെയ്യാൻ, സുഹൃതം ചെയ്യാൻ, പുണ്യം ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ നിത്യശിക്ഷയിലേക്ക് അവരെ പോകേണ്ടി വന്നു. തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ 2 മാനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. തീത്തോസ് 2:14. യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഈശോയുടെ കുരിശിലെ ബലിയർപ്പണമാണ് നമുക്ക് രക്ഷ തന്നത്. ആ രക്ഷയുടെ അർത്ഥം പറയുകയാണ്, എല്ലാ തിന്മകളും പരിത്യജിക്കാനും സുഹൃതങ്ങൾ, പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ തീഷ്ണതയുള്ളവരാകാനും ഈ 2 കൃപയും കർത്താവിൻ്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ തിന്മകളോടും എന്നേക്കുമായി വിട പറയുവാനും സകല പുണ്യങ്ങളും സൽകൃത്യങ്ങളും തീഷ്ണതയോടെ അഭ്യസിക്കാനും ഈശോയുടെ കുരിശ് മരണം മുഖേന നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. അതേപ്പറ്റി നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല എന്നുള്ളതാണ് നമുക്ക് പുണ്യങ്ങൾ അഭ്യസിക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നത്. തിന്മ ചെയ്യരുതെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും ഉള്ളിടത്തോളം തീഷ്ണത പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ ഉണ്ടാകാറില്ല എന്നതൊരു വസ്തുതയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഇവിടെയും സൂചന പുണ്യപ്രവൃത്തികൾ, സൽകൃത്യങ്ങൾ, സുഹൃതാഭ്യാസങ്ങൾ ഇത് കണക്കിലെടുത്തായിരിക്കും കർത്താവ് നമുക്ക് അന്ത്യസമ്മാനം തരാൻ പോകുന്നതെന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ഇനിയും പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ 14-ാം ദിവസം പുണ്യങ്ങളെപ്പറ്റി നാം ധ്യാനിക്കുകയുണ്ടായി. അതൊന്നുകൂടെ ഓർമ്മിക്കുന്നത് ഇപ്പോൾ നല്ലതാണ്. സാൻമാർഗിക പുണ്യങ്ങൾ അഥവാ കാർഡിനൽ വെർച്യൂസ്, ഹ്യൂമൻ വെർച്യൂസ് എന്ന് പറയുന്ന വിവേകം, നീതി, സ്ഥൈര്യം, മിതത്വം, ഈ 4 പുണ്യങ്ങളും നാം അഭ്യസിക്കാൻ സഭ നമ്മെ പ്രത്യേകം ഉപദേശിക്കുകയാണ്. വിവേകമെന്നത് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃപയാണ്. അത് നമ്മുടെ പരമാന്ത്യ പ്രാപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏതാണ് അത് തിരഞ്ഞെടുക്കാനുള്ള
കൃപയാണ് വിവേകമെന്ന പുണ്യം, പ്രൂഡൻസ്. നീതി, ജസ്റ്റിസ് എന്ന് പറയുന്ന പുണ്യം ദൈവത്തിനും മനുഷ്യർക്കും അർഹമായതെല്ലാം ഉദാരമായി കൊടുക്കാനുള്ള കൃപയാണ്. സ്ഥൈര്യം, ഫോർട്ടിറ്റ്യൂഡ് എന്ന പുണ്യം പ്രലോഭനങ്ങളിലും കഷ്ടതകളിലും വീണുപോകാതെ നിലനിൽക്കുവാനുള്ള ശക്തി തരുന്ന പുണ്യമാണ്. മിതത്വം, ടെമ്പറൻസ്, ദുരാഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കൃപ. അതുപോലെ ദൈവിക പുണ്യം, വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള കൃപ. ശരണം, നിത്യജീവനെപ്പറ്റി സജീവ പ്രത്യാശയോടെ അനുദിനം ജീവിക്കാനുള്ള കൃപ. നിത്യജീവൻ ദൈവം പ്രാപിക്കാൻ ദൈവം സഹായിക്കുമെന്നുള്ള ബോധ്യവും. ഉപരി, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ ദൈവത്തെ പ്രതി സ്നേഹിക്കാനുമുള്ള കൃപ. ഈ പുണ്യങ്ങൾക്കെല്ലാത്തിനും മാതൃകയായിട്ടുള്ളത് പരിശുദ്ധ കന്യാമറിയമാണ്. രണ്ടാമത്തെ സൂനദോസിന് പ്രമാണ്ടഹയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങൾക്കും പരമോന്നത മാതൃകയാണ് പരിശുദ്ധ മറിയം. എല്ലാ പുണ്യങ്ങളുടെയും വ്യക്തിരൂപമാണ് ദൈവമാതാവ്. ദൈവം അവളിൽ എല്ലാ പുണ്യങ്ങളും അതിൻ്റെ സമൃദ്ധിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനാൽ ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാതാവിൻ്റെ വിവിധ സുഹൃതങ്ങളെപ്പറ്റിയും മറ്റും ഈ വിചിന്തനത്തിൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. മാതാവിന് സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം. പരിശുദ്ധ മറിയം എല്ലാ പുണ്യങ്ങളുടെയും മാതൃക. തിരുസഭ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പ്രമാണരേഖയിൽ 56 ഖണ്ഡികയിൽ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു: രക്ഷകൻ്റെ മാതാവാകുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. ആമുഖം. ദൈവവചനം നിറവേറ്റുന്നവരുടെ മുൻപന്തിയിലാണ് മറിയം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം മറിയത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി. ദൈവത്തിൻ്റെ വത്സല മാതാവായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല, അവളുടെ ഔന്നത്യത്തിന് അടിസ്ഥാനം പ്രത്യുത ദൈവവചനമനുസരിച്ച് അവൾ ജീവിച്ചു എന്നതാണ്. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സ്ത്രീക്ക് ഈശോ കൊടുത്ത മറുപടിയിൽ ഇത് വ്യക്തമാണ്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്ക 11:28. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ മറിയത്തിൻ്റെ അതുല്യ പരിശുദ്ധിയെപ്പറ്റി വളരെ ഉയർത്തി പറയുന്നുണ്ട്. തിരുസഭ എന്ന പ്രമാണരേഖയുടെ 53 ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പുത്രൻ്റെ യോഗ്യതയാൽ പ്രത്യേകവും അത്യുത്കൃഷ്ടവുമായ രീതിയിൽ കന്യകാമറിയം വീണ്ടെടുക്കപ്പെട്ടു. തിരുസഭ എന്ന പ്രമാണരേഖയുടെ 56 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: പൂർണ്ണ വിശുദ്ധ, സകല പാപങ്ങളിൽ നിന്ന് വിമുക്ത, പരിശുദ്ധാത്മാവ് രൂപം നൽകിയ ഒരു പുതിയ സൃഷ്ടി എന്നിങ്ങനെയുള്ള സംബോധനകളാൽ ദൈവജനനിയെ പ്രകീർത്തിക്കുന്ന പതിവ് സഭാപിതാക്കന്മാരിടയിൽ പ്രബലപ്പെട്ട് കാണുന്നു. തിരുസഭ എന്ന പ്രമാണരേഖയുടെ 65 ഖണ്ഡിക. ക്രിസ്തീയ വിശ്വാസികൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിന് മുഴുവൻ പുണ്യങ്ങളുടെ മാതൃകയായി പ്രശോഭിക്കുന്ന മറിയത്തിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. തിരുസഭ എന്ന പ്രമാണരേഖയുടെ 56 ഖണ്ഡിക. രക്ഷകൻ്റെ മാതാവാകുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ എല്ലാ പുണ്യങ്ങളാലും സമ്പന്നയാക്കി. വിശുദ്ധ പോൾ 6 മാർപ്പാപ്പയുടെ സീഞ്ഞും മാഞ്ഞും എന്ന തിരുവെഴുത്ത് 5 ഖണ്ഡികയിൽ ഇപ്രകാരം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്: യേശു ക്രിസ്തു പരിശുദ്ധ കന്യകയെ നമുക്ക് അമ്മയായി നൽകിയപ്പോൾ നാം അനുകരിക്കേണ്ട ഒരു മാതൃക നിശബ്ദമായി സൂചിപ്പിക്കുകയായിരുന്നു.
ഈ വസ്തുതയാണ് അവളുടെ മാതൃകകൾ അനുകരിക്കാൻ വിശ്വാസികളെ കൂടുതലായി പ്രേരിപ്പിക്കേണ്ടത്. പരിശുദ്ധ മറിയത്തെ വിശ്വാസികൾക്ക് യേശു അമ്മയായി നൽകിയതിൻ്റെ കാരണം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സുഹൃതങ്ങളുടെ മാതൃകയായി അവളെ സ്വീകരിക്കാനാണ് എന്നാണ് വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇതിനർത്ഥം ഒരു ക്രിസ്ത്യാനി എപ്പോഴും മറിയത്തിൽ അവൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുകയും ശിഷ്യത്വത്തിൻ്റെ ഉത്തമ മാതൃക അവളിൽ നിന്ന് പഠിക്കുകയും വേണം എന്നാണ്. പോൾ ആറാമൻ പാപ്പ വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നു: കന്യക മറിയത്തിൻ്റെ വിശ്വാസവും വിധേയത്വപൂർവമായ ദൈവവചനം സ്വീകരിക്കലും, ഉദാരത നിറഞ്ഞ അനുസരണം, യഥാർത്ഥമായ വിനയം, ഉത്സാഹപൂർവകമായ പരസ്നേഹം, അഗാധമായ ജ്ഞാനം, മതപരമായ കടമകൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിൽ സ്വീകരിച്ച ദാനങ്ങൾക്ക് കൃതജ്ഞതാ സമർപ്പണത്തിൽ, ദേവാലയത്തിലുള്ള അവളുടെ സമർപ്പണത്തിൽ, അപ്പസ്തോല സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവൾ നടത്തിയ പ്രാർത്ഥനയിൽ, അവൾ വേഗത്തിൽ പ്രദർശിപ്പിച്ച ദൈവാരാധനയിൽ, വിപ്രവാസത്തിലും സഹനത്തിലും അവൾക്കുണ്ടായിരുന്ന ധീരത, മഹത്വവും ദൈവത്തിലുള്ള വിശ്വാസപൂർവമായ ആശ്രയവും പ്രതിഫലിപ്പിക്കുന്ന അവളുടെ ദാരിദ്ര്യം, തൻ്റെ പുത്രനോട് അവൻ്റെ എളിയ ജനനം മുതൽ കുരിശിലെ അപമാനം വരെ അവൾ കാണിച്ച ശ്രദ്ധാപൂർവകമായ പരിപാലനം, അവളുടെ വൈകാരിക പ്രാധാന്യമുള്ള മുൻവിചാരം, കന്യാത്വപരമായ അവളുടെ വിശുദ്ധി, അവളുടെ സുശക്തവും ചാരിത്രപൂർണവുമായ വിവാഹ ജീവിതം. ആ അമ്മയുടെ ഈ സദ്ഗുണങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സ്ഥിരോത്സാഹത്തോടെ പഠിക്കുന്ന അവളുടെ മക്കളെയും അലങ്കരിക്കും. മരിയാലിസ് കുൾത്തുസ് എന്ന ശ്ലൈഹിക പ്രബോധനത്തിൻ്റെ 57-ാം ഖണ്ഡികയിലാണ് പോൾ ആറാമൻ പാപ്പ ഇക്കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് അവതരിപ്പിക്കുന്ന 10 സുപ്രധാന മരിയൻ സുഹൃതങ്ങൾ. യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് മറിയത്തിൽ വിളങ്ങിയിരുന്ന 10 സുഹൃതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അവ മറിയത്തിൻ്റെ അഗാധമായ എളിമ, സജീവ വിശ്വാസം, അനന്തമായ അനുസരണം, നിരന്തരമായ മാനസിക പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം, അളവില്ലാത്ത സ്നേഹം, വീരോചിതമായ ക്ഷമ, മാലാഖയ്ക്കടുത്ത മാധുര്യം, ദൈവിക ജ്ഞാനം, ദൈവിക പരിശുദ്ധി എന്നിവയാണ്. പരിശുദ്ധ മറിയത്തെ ധ്യാനിക്കുന്നത് തന്നെ സുഹൃത സമ്പാദനത്തിലുള്ള മാർഗം. പരിശുദ്ധ മറിയം എല്ലാ സുഹൃതങ്ങളുടെയും നിറവായതിനാൽ ആ അമ്മയെപ്പറ്റി ധ്യാനിക്കുന്നത് പോലും യേശുവിനോട് അനുരൂപപ്പെടുന്നതിന് കാരണമാകും എന്നാണ് തിരുസഭ ഔദ്യോഗികമായി ഏറ്റുപറയുന്നത്. 2-ാം വത്തിക്കാൻ സുവർണകദോസിൻ്റെ തിരുസഭ എന്ന പ്രമാണരേഖയുടെ 65-ാം ഖണ്ഡികയിൽ സഭ ഏറ്റുപറയുകയാണ്: മറിയം ഒരു തരത്തിൽ വിശ്വാസത്തിൻ്റെ കേന്ദ്ര സത്യങ്ങളെല്ലാം തന്നിൽ സംയോജിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തന്മൂലം വിശ്വാസികൾ മറിയത്തെ കീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ അവൾ അവരെ സ്വസുതനിലേക്കും അവിടുത്തെ ബലിയിലേക്കും ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്കും ആനയിക്കുന്നു. സഭ മറിയത്തിൻ്റെ മഹനീയ മാതൃകയോട് കൂടുതൽ അനുരൂപപ്പെടുകയും വിശ്വാസം, പ്രതീക്ഷ, സ്നേഹം എന്നിവയിൽ നിരന്തരം പുരോഗമിച്ച എല്ലാറ്റിലും ദൈവ തിരുമനസ് അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തന്മൂലം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും സഭ മറിയത്തിലേക്ക് തിരിയുന്നത് യുക്തമായിരിക്കുന്നു. മനുഷ്യരുടെ പുനർജനനത്തിന് വേണ്ടിയുള്ള സഭയുടെ പ്രേക്ഷിത വേളയിൽ സഹകരിക്കുന്നവർക്കുണ്ടാകേണ്ട മാതൃസ്നേഹത്തിൻ്റെ മാതൃക പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ കാണാം. മരിയ ഭക്തി സുഹൃദാഭ്യാസത്തിന് ഏറ്റവും സഹായകം. ദിവ്യരക്ഷകനോടുള്ള ആരാധനയ്ക്ക് കീഴ്പ്പെടുത്തിയതും
അതിനോട് ബന്ധപ്പെടുത്തിയതുമായ കന്യകമറിയത്തോടുള്ള ഭക്തിക്ക് അജപാലനപരമായ വലിയ കാര്യക്ഷമതയുണ്ടെന്നും അത് ക്രൈസ്തവ ജീവിതം നവീകരിക്കുന്നതിനുള്ള ശക്തിയാണെന്നും തിരുസഭ അംഗീകരിക്കുന്നു. വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ മരിയാലിസ് കുൾത്തുസ് എന്ന തിരുവെഴുത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി. മരിയാലിസ് കുൾത്തുസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ 57-ാം ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ പോൾ ആറാമൻ വീണ്ടും ഇപ്രകാരം പറയുകയാണ്: പരിശുദ്ധാത്മാവാൽ ശക്തിപ്പെട്ടും നൂറ്റാണ്ടുകളുടെ അനുഭവത്താൽ സഹായിക്കപ്പെട്ടുമാണ് സഭ അങ്ങനെ ചെയ്യുന്നത്. അമ്മ എന്ന നിലയിലുള്ള കന്യകമറിയത്തിൻ്റെ ധർമ്മം ദൈവജനത്തെ അവളിലേക്ക് സന്താന സഹജമായ ആത്മവിശ്വാസത്തോടെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു. അമ്മയുടെ വാത്സല്യത്തോടും ഫലപ്രദമായ സഹായത്തോടും കൂടെ ശ്രവിക്കാൻ എപ്പോഴും അവൾ തയ്യാറാണ്. അതുകൊണ്ട് അവളെ പീഡിതരുടെ ആശ്വാസം, രോഗികളുടെ ആരോഗ്യം, പാപികളുടെ സങ്കേതം എന്നിങ്ങനെ വിളിക്കാൻ ദൈവജനം പഠിച്ചു. ഞെരുക്കങ്ങളിൽ ആശ്വാസം കണ്ടെത്താനും രോഗങ്ങളിൽ ശമനം കണ്ടെത്താനും കുറ്റബോധത്തിൽ വിമോചന ശക്തി കണ്ടെത്താനുമാണത്. എന്നാൽ ഊർജ്ജസ്വലതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ പാപത്തിനെതിരെ പടപൊരുതാൻ പാപവിമുക്തയായ പരിശുദ്ധ മറിയം തൻ്റെ മക്കളെ പ്രേരിപ്പിക്കുന്നു. മരിയാലിസ് കുൾത്തുസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 57-ാം ഖണ്ഡിക. മരിയൻ സമർപ്പണം നമ്മെ സുഹൃത സമ്പന്നരാക്കും. പരിശുദ്ധ മാതാവിന് നാം സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു മഹാ അനുഗ്രഹം മറിയം തൻ്റെ സുഹൃതങ്ങൾ നമുക്ക് കൈമാറുകയും നമ്മിലുള്ള സുഹൃതങ്ങളെ പൂർണ്ണമാക്കുകയും ചെയ്യും എന്നതാണ്. യഥാർത്ഥ മരിയഭക്തി 179-ാം ഖണ്ഡികയിൽ ലൂയിസ് ഡി മോൺഫോർട്ട് പുണ്യവാനി പ്രകാരം പഠിപ്പിക്കുന്നു: എല്ലാം മറിയത്തിന് സമർപ്പിക്കുകയും എല്ലാറ്റിനും വേണ്ടിയും അവളിൽ ആശ്രയിക്കുകയും അവളിൽ പരിപൂർണമായി നിർലീനനാകുകയും ചെയ്യുന്നവൻ എത്രയോ സന്തോഷവാൻ. അവൻ മുഴുവൻ മറിയത്തിൻ്റെതാണ്, മറിയം മുഴുവൻ അവൻ്റേതും. യഥാർത്ഥ മരിയഭക്തി 206-ാം ഖണ്ഡികയിൽ വിശുദ്ധൻ വീണ്ടും ഇപ്രകാരം പറയുന്നു: മരിയൻ പ്രതിഷ്ഠ വഴി നമ്മെ തന്നെയും നമ്മുടെ യോഗ്യതകളെയും പരിഹാരകൃത്യങ്ങളെയും നാം മറിയത്തിന് സമർപ്പിക്കുമ്പോൾ അവൾ അത് സ്വീകരിക്കുകയും നമ്മുടെ പഴയ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ യോഗ്യരാക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബൊനവെഞ്ചർ വ്യക്തമായി പഠിപ്പിക്കുന്നു: പരിശുദ്ധ കന്യക വിശുദ്ധിയുടെ പൂർണ്ണതയിൽ വിശുദ്ധരെ സൂക്ഷിക്കുക മാത്രമല്ല, വിശുദ്ധർ പുണ്യപൂർണതയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ അവരെ അതിൻ്റെ സമൃദ്ധിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. നഷ്ടപ്പെടാതിരിക്കത്തക്ക വണ്ണം അവരുടെ സുഹൃതങ്ങളെയും നിഷ്ഫലമാകാതിരിക്കത്തക്ക വിധം അവരുടെ യോഗ്യതകളെയും കൈവിട്ട് പോകാതിരിക്കത്തക്ക വിധം അവർക്ക് ലഭിക്കുന്ന കൃപാവരങ്ങളെയും പരിശുദ്ധ മറിയം കാത്തു സൂക്ഷിക്കുന്നു. മാത്രമല്ല പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വല്ല കാരണത്താലും പാപത്തിൽ വീണുപോയാൽ തൻ്റെ ദിവ്യസുതൻ്റെ ശിക്ഷയിൽ നിന്ന് പോലും പരിശുദ്ധ മറിയം അവരെ രക്ഷിക്കുന്നു. യഥാർത്ഥ മരിയഭക്തി 174-ാം ഖണ്ഡികയിൽ നിന്ന്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിൻ്റെ 144-ാമത്തെ ഖണ്ഡിക. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു: പരിശുദ്ധ കന്യക സൗമ്യതയുടെയും കരുണയുടെയും മാതാവാണ്. സ്നേഹത്തിലും ഔദാര്യത്തിലും അവൾ മറ്റാരുടെയും പിന്നിലല്ല. അവളെ മഹത്വപ്പെടുത്താനും ശുശ്രൂഷിക്കാനും വേണ്ടി പൂർണ്ണമായി തന്നെ സമർപ്പിക്കുന്നവനും അതിനുവേണ്ടി തനിക്ക് പ്രിയങ്കരമായ സമസ്തവും ത്യജിച്ചുകൊണ്ട് അവളെ മഹത്വപ്പെടുത്തുന്നവനായ ഒരുവനെ പരിശുദ്ധ മറിയം അതേ ചൈതന്യത്തോടെ സമീപിക്കും. അവന് തന്നെ പൂർണ്ണമായും അവർണ്ണീയവുമായ വിധത്തിലും മറിയം നൽകും. തൻ്റെ കൃപാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തും. അവനെ തൻ്റെ യോഗ്യതകൾ കൊണ്ട് അലങ്കരിക്കും.
തൻ്റെ ശക്തി കൊണ്ട് അവനെ താങ്ങും. അവനെ തൻ്റെ പ്രഭാകിരണങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കും. സ്നേഹം കൊണ്ട് അവനെ ജ്വലിപ്പിക്കും. എളിമ, വിശ്വസ്തത, ശുദ്ധത തുടങ്ങിയ തൻ്റെ എല്ലാ സുഹൃതങ്ങളിലും അവനെ ഭാഗഭാക്കാക്കും. ഈശോയുടെ മുമ്പിൽ അവൻ്റെ ജാമ്യക്കാരിയും അവൻ്റെ എല്ലാ കുറവുകളെയും നികത്തുന്നവളും അവൻ്റെ സർവസ്വവുമായി അവൾ മാറും. ചുരുക്കത്തിൽ, പരിശുദ്ധ മറിയത്തിന് തന്നെ സമർപ്പിച്ചിരിക്കുന്നവൻ പരിപൂർണമായി അവളുടേതായിരിക്കുന്ന പോലെ അവൾ മുഴുവൻ അവൻ്റേതുമായിരിക്കും. ബൈബിൾ വായന. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 12 മുതൽ 14 വരെയും 2-ാം അധ്യായം 1 മുതൽ 4 വരെയും. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. പ്രാർത്ഥന. ഏറ്റവും വാത്സല്യമുള്ള പരിശുദ്ധ കന്യകാ മറിയമേ, ശ്ലീഹാമാരെ പോലെ ഞാനും എൻ്റെ കുറവുകളോടും അപൂർണതകളോടും കൂടെ നിൻ്റെ സങ്കേതം തേടുന്നു. മാതാവേ, അമ്മയിൽ വിളങ്ങി ശോഭിച്ചിരുന്ന എളിമ, വിശ്വാസം, അനുസരണം, നിരന്തരമായ മാനസിക പ്രാർത്ഥന, സ്വയം പരിത്യാഗം, അളവില്ലാത്ത സ്നേഹം, വീരോചിത ക്ഷമ, ദൈവിക ജ്ഞാനം, ദൈവിക പരിശുദ്ധി എന്നിവ എന്നിൽ സമൃദ്ധമായി നിക്ഷേപിക്കണമേ. എൻ്റെ മേലുള്ള നിൻ്റെ ദൈവസ്ഥാപിത അധികാരം ഞാൻ വിനയപൂർവ്വം അംഗീകരിക്കുന്നു. സ്വമനസ്സ നിനക്ക് ഞാൻ വിട്ടുതരാത്ത ഏതെങ്കിലും മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം നിൻ്റെ അധികാരം സ്ഥാപിച്ച് ദൈവമാർഗത്തിൽ എന്നെ ഭരിച്ചു നടത്തണമേ. അമ്മയുടെ രാജ്ഞിത്വത്തിൻ്റെയും മധ്യസ്ഥത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ആനുകൂല്യങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ. ആഗതമായ മരിയൻ സമർപ്പണത്തിനുള്ള അടുത്ത ഒരുക്കമെന്ന നിലയിൽ അമ്മയുടെ ആന്തരിക ജീവിതത്തെ പറ്റിയുള്ള ധ്യാനത്തിൽ മുഴുകാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ തിരുമുഖ ധ്യാനമായി ജപമാലയർപ്പിച്ച് യേശുവിന് കൂടുതൽ അനുരൂപപ്പെടാനും തദ്വാര സുഹൃത സമ്പന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള കൃപ അമ്മ എനിക്ക് വാങ്ങിത്തരണമേ. ആമേൻ. സൽകൃത്യം എളിമ പരിശീലിച്ചുകൊണ്ട് ഈ ദിവസം വ്യാപരിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ. ആശ്വാസദായക, ആത്മാവിൻ്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ.
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മാതാവിനോടുള്ള രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ലുത്തീനിയ. അനാദികാലം മുതൽ നിർണയിക്കപ്പെട്ട പിതാവിന്റെ ഓമൽകുമാരിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരക്ഷകന്റെ മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സിയോണിന്റെ സമുന്നത സന്താനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹഭാജനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ മഹിമാവിൽ ഗർഭസ്ഥയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജന്മപാപത്തിന്റെ കളങ്കമേശാത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏലീശ്വായാൽ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപിതാവിന്റെ ഏകജാതനെ ജനിപ്പിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് ജീവൻ ദാനം ചെയ്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആട്ടിടയന്മാർക്കും പൗരസ്ത്യ വിജ്ഞാനികൾക്കും ആനന്ദാതിരേകത്തോടെ ഓമനപുത്രനെ കാണിച്ചു കൊടുത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യനാഥന്റെ ഉറ്റ സഹപ്രവർത്തകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിലും അവിടുത്തെ ദിവ്യമായ ഔന്നത്യത്തിലും അർപ്പിതമാനസിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനായിൽ സ്വന്തം അർത്ഥന മൂലം ആദ്യം മഹാത്ഭുതം സംരംഭിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശാരോഹണം വരെ ഈശോയോട് ഒന്നിച്ചു നിന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷയുടെ മഹാകർമ്മം സഫലമാക്കിയ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപേക്ഷിക്കണമേ. പരിശുദ്ധാരൂപിയുടെ അനുഗ്രഹങ്ങൾക്കായി കേണപേക്ഷിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥന മുഖേന സഭയെ സഹായിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മശരീര സമന്വതയായി സ്വർഗാരോപിതയായി അവരോധിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരെയും മനുഷ്യരെക്കാൾ സമുന്നതയായ അവരോധിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂമിയിൽ സഭാസന്താനങ്ങളെ സംരക്ഷിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികൾ കണ്ണുകൾ ഉയർത്തി അഭിവീക്ഷിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ രക്ഷയുടെ ആവശ്യത്തിൽ നമ്മോട് ഒന്നിച്ചു നിൽക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുനാഥൻ കഴിഞ്ഞാൽ സഭയിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ പ്രമുഖ അംഗമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ നിസ്തുല പ്രതീകമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ പ്രതിച്ഛായയും ആദ്യജാത കുസുമവുമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ നന്മകളുടെയും മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സുനിശ്ചിതമായ പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും അടയാളമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ ദിവസം വരെ പ്രകാശം പരത്തി പ്രശോഭിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുഗ്രഹീത എന്ന തലമുറകളെല്ലാം പ്രകീർത്തിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സിദ്ധരുടെ സാഹോദര്യത്തിൽ തന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതാവേ സ്വസ്തി, കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകെ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ.